ഇതൊരു നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു പാകപ്പിഴയുടെ ഭാഗമായിട്ടല്ലേ ആ ഒരു ജീവൻ പോയത്? അതെ അതെ. ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പഴക്കം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. 68 പണിത ഹോസ്പിറ്റലായിരുന്നു. അത് ഡാമേജ് ഉണ്ടായി. മഴയുടെ ഇതുകൊണ്ടായിരിക്കും താഴെ വീണ് ആ ജീവനെ അപഹരിച്ച്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ബിന്ദു. 2 പിള്ളേരുണ്ടായിരുന്നു. അവർ പഠിച്ച് പഠനം പൂർത്തീകരിച്ചിട്ടില്ല. ഒരു കൊച്ചിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ പെൺകുട്ടിയുടെ നേഴ്സിങ്ങിൻ്റെ 4ാം വർഷം മറ്റാണ് അവൾ BSc നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഏതായാലും ആ കുടുംബത്തിന് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നും നല്ല ഒരു സഹായം അവർക്കുണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ എല്ലാവരും അഭിപ്രായം. തീർച്ചയായിട്ടും നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പങ്കുവയ്ക്കുന്നത് അത് തന്നെയാണ്. അതായത് കൃത്യമായ രീതിയിൽ ആ സർക്കാർ സംവിധാനത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ കുടുംബത്തെ കരകയറ്റാൻ സഹായമാവുകയുള്ളൂ. കാരണം പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഇവിടുത്തെ നാട്ടുകാരെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പോലും പറയും ഈ വീട് എങ്ങനെയാണ് അവർ കൊണ്ടു നടക്കുന്നതെന്ന്. അങ്ങനെ അത്രയേറെ വലിയ രീതിയിൽ ഈ വീടിനെ കാര്യമായ രീതിയിൽ കൊണ്ടുവരുന്ന ഒരാളാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചു നോക്കാം. ചേച്ചി, ഈ ബിന്ദു ചേച്ചിയായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ഒരു ഇതായിരുന്നു. ഒരു ഇതാണ് അവർക്കുള്ള 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവരുടെ വീട്. അവർക്കാകെ ബുദ്ധിമുട്ടിലാണ്. ആ പെണ്ണിൻ്റെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവനൊരു നടുവേദനയായിട്ട് വിട്ടുന്നത്. അത് ചെറുതായിട്ടൊന്ന് വീണതാണ്. ഇവിടെ വെച്ച് ഞങ്ങളുടെ പ്രദേശം ഇതാണ്. ഇങ്ങനെയോട്ടുള്ള വഴി പോലും ഇല്ല ഞങ്ങൾക്ക്. വർഷങ്ങളായി ഞങ്ങളിവിടെ താമസിക്കുന്ന ഒരു വഴി പോലും ഇല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൂർവികരാണ്. ഇവരുടെ ഇങ്ങനെ പെട്ടെന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. കാണാൻ പറ്റിയത് പിന്നെ അല്ലോ പൈസയൊക്കെ പോകാനുള്ള വഴി തന്നെ ഞാനാണ് കൊടുത്തത്. അയ്യോ, ഒരു അത്താണിയാ വേണ്ട. 2 ചേട്ടത്തി അനിയത്തി താമസിക്കുന്ന വീടാണ്. അതിൻ്റെ കാര്യങ്ങൾ തുച്ഛമായ വരുമാനത്തിൽ നല്ല അന്തസ്സായ ഒരു കുഴപ്പമില്ലാത്തൊരു പാവം പെണ്ണ്. അതിൻ്റെ ഗൾഫിലേക്ക് വിടാനായിട്ടൊക്കെ പോയിട്ട് അവരുടെ അമ്മൂമ്മ വിട്ടില്ല. അപ്പോൾ അവള് പോയാൽ ശരിയാകല്ലോ, അതിനുള്ള കഴിവും സാമർഥ്യവും ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ തുണിക്കടയിൽ നിൽക്കുക. പ്രീ ഡിഗ്രി പാസ്സായതാ. പിന്നെ വലിയ കഷ്ടമാണ്. എന്തായാലും ഇവിടത്തുകാർക്ക് ഒക്കെ ബിന്ദു ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 നാവ് തന്നെയാണ്. കാരണം പ്രീ ഡിഗ്രിയൊക്കെ പാസ്സായ ഒരു ആളാണ്. ആ കുടുംബത്തിന് വേണ്ടി ജോലി നോക്കി കേവലം തുച്ഛമായ വരുമാനത്തിലാണ് ആ ജോലി കൊണ്ടുപോയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം ആ വീട്ടിലേക്ക് എത്താൻ. ആ വീട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇന്നലെയും വന്നതാണ്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ തന്നെ പറയും. ചേച്ചി, ബിന്ദു ചേച്ചിനെ അറിയാവുന്നല്ലേ? ബിന്ദു എൻ്റെ അനിയൻ്റെ ഭാര്യ. ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവരുടെ അവസ്ഥ വലിയ ദുഃഖം പിടിച്ച അവസ്ഥയാണ്. അവർക്ക് അനിയന് സുഖമില്ല, ഭർത്താവിൻ്റെ അനിയന് സുഖമില്ല. അയാൾക്ക് അലർജിയുടെയൊക്കെ അസുഖമുണ്ട്. ഈ കൊച്ച് ഒരു തുണിക്കട ജോലിക്ക് പോയാൽ ഈ കുടുംബം പുലർത്തുന്നത്. ഒരു മോനും ഒരു മകളും. പിന്നെ ഇപ്പം മോക്കിപ്പോൾ സുഖമില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതായിരുന്നു. അന്നേരം ഇതുപോലെ അഡ്മിറ്റ് ആക്കി ബ്ലഡ് എല്ലായിട്ട് തന്തരെ കൊടുത്തിട്ട് അത് കയ്യും കഴുകാൻ ബാത്റൂമിൽ കയറിയെന്നാണ് പറയുന്നത്. പിന്നീട് ഇന്നലെ ഞങ്ങൾ പോയി ഇവിടെ തേവലക്കരയുള്ളവരെ വാർത്ത കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായി. വിളിച്ചു ചോദിച്ചപ്പോൾ സംഭവം ശരിയാണ്. അങ്ങനെ നമ്മൾ വന്നു. കഷ്ടം പിടിച്ച ജീവിതം കണ്ടില്ലേ ഇത്. നമ്മളിന്ന് എന്ത് പറയാൻ, നമുക്കൊന്നും അറിഞ്ഞൂടാ പറയാനൊന്നും. അതായാലും വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവരെല്ലാവരും, ബന്ധുക്കൾ പോലും സംസാരിക്കുന്നത്. കാരണം എത്രത്തോളം സങ്കടമുണ്ട്, അതുപോലെ നിരാശയുണ്ട്. കാരണം ഈ അധികൃതരുടെ ആ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥ, ശരിക്കും പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളുടെ പിഴവാണ് ബിന്ദുവിൻ്റെ ജീവൻ എടുത്തത്. അതുകൊണ്ട് സർക്കാർ തന്നെ തുണയാകണം, താങ്ങാകണം. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, നെടും തൂണായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോരുന്ന ജീവിതമായിരുന്നു. ഇനി ആ കുട്ടികൾക്കാരുണ്ട്, ഇളയ മകളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം, അതിന് വേണ്ടി വരുന്ന വൻ തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് സർക്കാർ തന്നെ ഒരു തുണയായി, ആശ്രയമായി തീരണം എന്നാണ് അവർ എല്ലാവരും ഒരുപോലെ പറയുന്നത്. ആ കുടുംബത്തിൻ്റെ നേർചിത്രം എന്താണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചെറിയ വീടാണ്. ആ വീട്ടിലേക്ക് മടങ്ങി വരേണ്ട ബിന്ദുവായിരുന്നു. മകളുടെ ചികിത്സയെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ തുടരേണ്ട ജീവിതമായിരുന്നു. പക്ഷേ മുന്നിൽ ആ വിളക്ക് അണഞ്ഞു പോവുകയാണ്.